ഹായ് ഷമീം സാറാണ്. ഇന്ന് മാഷ് നിങ്ങൾക്ക് എന്താ പറഞ്ഞു തരാൻ വന്നതെന്ന് അറിയോ? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ എല്ലാവർക്കും പറഞ്ഞ് എല്ലാവരും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് മാഷ് വന്നതാട്ടോ. പക്ഷെ അതിനുവേണ്ടി മാഷ് അതിപ്പം പറഞ്ഞുതരാം. പക്ഷെ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കാം കേട്ടോ. അതെല്ലാ മക്കളും ചെയ്തോ? അങ്ങനെ മാഷ് പറഞ്ഞിട്ടേ ഇത് നോക്കിക്കേ. എന്താ മാഷ് ഇവിടെ പറഞ്ഞത്? answer any 6 activities out of the 8 activities given. ഇത് എന്തിനെ കുറിച്ചാണെന്നറിയോ? നമ്മൾ ഓൺ എക്സാം അല്ലേ വരാൻ പോകുന്നത്, അതിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ മാത്സിൽ ഇതേപോലെ നിങ്ങൾക്ക് 8 ആക്ടിവിറ്റീസ് തരും. അതിലേതെങ്കിലും 6 ആക്ടിവിറ്റീസിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അത് സന്തോഷ വാർത്തല്ലേ? ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാൽ അത് ഒഴിവാക്കിയിട്ട് പകരം വേറെ ഏതെങ്കിലും എഴുതിയാൽ മതി. ആകെ 8 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിലേതെങ്കിലും 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അത് നല്ല കാര്യമല്ലേ? അതേപോലെ ഇനി ഏതൊക്കെ ചാപ്റ്ററിന് എത്ര ആക്ടിവിറ്റീസ് വീതം വരും എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടേണ്ടേ? ഇത് നോക്കിക്കേ. നമ്മുടെ ആംഗിൾസ്, കോണുകൾ എന്നുള്ള ചാപ്റ്ററിന് ഫസ്റ്റ് ചാപ്റ്റർ ആദ്യം നോക്കിക്കേ. ഇതേപോലെ 3 ആക്ടിവിറ്റീസ് വരും. ഏതെങ്കിലും ഓർഡറിലായിരിക്കും വരിക, പക്ഷേ 3 ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിന് വരും. അതേപോലെ സെക്കൻഡ് ചാപ്റ്ററിനും ഇത് 3 ആക്ടിവിറ്റീസ് വരും. പക്ഷെ നമ്മൾ തേർഡ് ചാപ്റ്റർ നോക്കിക്കേ, കണ്ടോ, 2 ആക്ടിവിറ്റീസ് മാത്രമേ വരുള്ളൂ. അങ്ങനെയായിരിക്കും ആകെ 8 ആക്ടിവിറ്റീസ്. അതിലേതെങ്കിലും 6 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ചില മക്കൾ ഇത് കാണുമ്പോൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ 3ാമത്തെ ചാപ്റ്റർ പഠിക്കണ്ട, 1ാമത്തെയും 2ാമത്തെ ചാപ്റ്റർ സെറ്റാക്കിയിട്ട് പോവുക, എന്നിട്ട് 3ാമത്തെ ചാപ്റ്റർ പഠിക്കാതെ പോകും. അവിടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കാരണം എന്താ അറിയോ, 1ാമത്തേതും 2ാമത്തേതുമായിട്ടുള്ള ചാപ്റ്ററിനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കുറച്ച് കുടുക്കായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് പെടും? 3ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകൂലേ? അപ്പോൾ എല്ലാ മക്കളും 3ാമത്തെ ചാപ്റ്ററും പഠിക്കണം. അതേപോലെ 1ാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. ഇത് നോക്കി, ചിലപ്പോൾ 3ാമത്തെ ചാപ്റ്ററിനായിരിക്കും സിമ്പിളായിട്ടുള്ള 2 ആക്ടിവിറ്റീസ് തരിക. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാവരും 3 ചാപ്റ്ററും പഠിച്ചു പോകണ്ടേ? അപ്പോൾ എല്ലാവരും 3 ചാപ്റ്ററും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം. എന്നാലും നമുക്ക് ഫുൾ മാർക്ക് നേടാനാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാ മക്കളോടും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മാഷ് വേഗം ഓടി വന്നത്. അപ്പോൾ ഇതുപോലെ ഇനിയും കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് മാഷ് ഇനിയും വരിക. അപ്പോൾ അതിനുവേണ്ടി മാഷ് നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞവരൊക്കെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ വീഡിയോ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ മാഷ് ഇനി നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.